അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്ന ആപ്ലിക്കേഷനിൽ വളരെ സിമ്പിളായിട്ട് മണി ഏൺ ചെയ്യാൻ പറ്റാവുന്ന ഒരു അടിപൊളി പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ടാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഒരുപാട് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആളുകൾ തന്നെ ഒരുപാട് ആൾക്കാർ വിഡ്രോ ചെയ്ത് ഓക്കെ ആണെന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷനാണ്. സിമ്പിളായിട്ടുള്ള ക്യാപ്ചർ ടൈപ്പിംഗ്, അതോടൊപ്പം തന്നെ ഫ്രീ ആയിട്ട് കേട്ടോ, ഒരു രൂപ പോലും ഇൻവെസ്റ്റ് ചെയ്യാതെ ക്യാപ്ചർ ടൈപ്പിംഗ്, അങ്ങനത്തെ ഷോർട്ട് ലിങ്ക്സ്, ടാസ്ക്, ലോട്ടറി, ഈ പോലത്തെ സിമ്പിളായിട്ടുള്ള മെത്തേഡുകളിലൂടെ നമുക്ക് മണി ഏൺ ചെയ്യാൻ പറ്റാവുന്ന ഒരു ഐറ്റം ആപ്ലിക്കേഷനാണ്. ഇതിൽ ഏകദേശം യൂസേഴ്സ് വരുന്നതൊക്കെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. 3,91,265 യൂസേഴ്സ് ഇപ്പോൾ ഓൾറെഡി ഇതിൽ യൂസ് ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ട്. TRX കോയിനായിട്ടാണ് ഇന്നത്തെ TRXൻ്റെ വാല്യൂ. നല്ല വാല്യൂ ഉള്ള കോയിനാണ് TRX കോയിന്. ഒരു TRXൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 10 രൂപേൻ്റെ മുകളിലാണ്. അപ്പോൾ അത്രയും TRX കോയിൻസ് ഇതിൽ നിന്നും ഏൺ ചെയ്തെടുത്ത പ്രൂഫും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇനി ഈ ഒരു സംഭവം പരിചയപ്പെടുന്ന ഈ ഒരു ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളും, അതോടൊപ്പം തന്നെ മണി ഏൺ ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ചാനലിലൂടെ ഡെയിലി പരിചയപ്പെടുത്തുന്നുണ്ട്, ഒന്നരാടം പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ ഇതിൻ്റെയൊക്കെ നമ്മൾ ഓരോ വീഡിയോ വെക്കുമ്പോൾ അതിൻ്റെ ടാസ്കും അതിൻ്റെ ക്യൂവേഴ്സൊക്കെ നിങ്ങൾക്ക് അനൗൺസ് ചെയ്യുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലൂടെയാണ്. അതിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിൽ കൂടി ജോയിൻ ചെയ്ത് വെച്ചോളൂ. കൂടുതൽ ഫലപ്രദമായിട്ടുള്ള ഇതിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലൊക്കെ തീർക്കാനൊക്കെ നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാം. ഇതിൻ്റെയൊക്കെ പ്രൂഫും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടുതൽ പ്രൂഫും കാര്യങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്താൽ മതി. അതിൽ നിങ്ങൾക്ക് ഡെയിലിയോ അല്ലെങ്കിൽ കിട്ടുന്ന പ്രൂഫുകളൊക്കെ നിങ്ങൾക്ക് അതിൽ കാണിച്ച് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ഇനി രജിസ്റ്റർ ചെയ്ത് ഇതിൽ യൂസ് ചെയ്ത് മണി ഏൺ ചെയ്യുന്നത് വരെയുള്ള സ്റ്റെപ്സാണ് ഇനി നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മുകളിലെ 3 ഡോട്ട്സിലോ അല്ലെങ്കിൽ ഇവിടെ മുന്നിൽ കാണുന്ന രജിസ്റ്റർ എന്നുള്ള ബട്ടണിലോ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള മെത്തേഡ് മാത്രമേ ഉള്ളൂ. ഇമെയിൽ ID, പാസ്വേഡും, അതോടൊപ്പം തന്നെ ആ ഒരു പാസ്വേഡ് നിങ്ങൾ കൺഫേം ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു ക്യാപ്ചർ ടൈപ്പ് ചെയ്യുക, ക്യാപ്ചർ സെലക്ട് ചെയ്യുക. ക്യാപ്ചർ സെലക്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇതിൽ ഏറ്റവും ലീസ്റ്റായിട്ട് ഏറ്റവും കുറവ് ഏത് ചിത്രമാണോ കാണിക്കുന്നത് ആ ചിത്രം സെലക്ട് ചെയ്തുകൊണ്ടാണ് നിങ്ങളിവിടെ ക്യാപ്ചർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതുതന്നെ സിമ്പിളായിട്ട് എനിക്ക് ഈ ക്യാപ്ചർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ഈ അറ്റ്ലീസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ക്യാപ്ചർ ടൈപ്പ് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നുള്ളതിലേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ നിങ്ങൾ ഓപ്പൺ ആക്കി വരുന്ന ഇൻ്റർഫേസ് ഇറങ്ങി കഴിഞ്ഞാൽ ഇതേപോലത്തെ സിമ്പിളായിട്ടുള്ളൊരു ഇൻ്റർഫേസിലേക്കാണ് നിങ്ങൾ ഓപ്പൺ ആയിട്ട് വരുന്നത്. ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു TRX ഏകദേശം 543 0.543 കോയിൻസ് നിങ്ങൾക്ക് ഇവിടെ ബാലൻസ് ആയിട്ട് കാണാനായിട്ട് പറ്റും. അഥവാ നിങ്ങൾ നമ്മുടെ ഇതിലാണ് കയറുന്നതെങ്കിൽ, നമ്മുടെ റെഫറൽ ലിങ്കിലാണ് കയറുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോയിന് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഇതിലേക്ക് ഒരു ഇമെയിൽ ID നിങ്ങൾ സെൻഡ് ചെയ്യണം. നിങ്ങൾക്ക് കൺഫേം ചെയ്യുക. ഇമെയിൽ ID ഇതുമായിട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് അതിലേക്ക് ഒരു ഇമെയിൽ ID വരും, അതിൽ ജസ്റ്റ് കൺഫേം എന്ന് കൊടുത്താൽ മാത്രം. അപ്പോൾ ഇതുപോലത്തെ ഒരു മെയിൽ വന്നിട്ടുണ്ടാകും. മെയിലിൽ നിങ്ങൾക്കൊരു ലിങ്ക് കാണാം. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ കൺഫർമേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. വളരെ സിമ്പിളായിട്ടുള്ള കൺഫർമേഷനും കൂടി. കൺഫർമേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓൾഡ് പാസ്വേഡ് അടിച്ച് ഒരു പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്യാനുണ്ട്. അങ്ങനെ നിങ്ങൾ സൈറ്റിലേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആ ഒരു സംഭവം കൺഫർമേഷൻ ഇവിടുന്ന് പോയതായിട്ട് കാണാം. ഈ ഒരു ക്ലെയിം TRX എന്ന് പറയുന്ന അതൊരു ആഡ് മാത്രമാണ് കേട്ടോ, ജസ്റ്റ് ഒരു ആഡാണ്. ജസ്റ്റ് ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ ആഡ് പോകും. ഓക്കെ, ഇനി എങ്ങനെ ഇതിൽ വർക്ക് ചെയ്യുന്നത് നോക്കാം. പെട്ടെന്ന് കാണിച്ചു തരാം. ജസ്റ്റ് സംഭവം ഫോസെറ്റ് എന്നുള്ള ഒരു വർക്ക് ഉണ്ട്. ഫോസെറ്റിൽ കയറി കഴിഞ്ഞാലാണ് നമ്മൾ ക്യാപ്ചർ ടൈപ്പിംഗ് ഒക്കെ അതിൽ വരുന്നത്. ഫോസെറ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെയായിരിക്കും ഇതേപോലെ തന്നെ ഇൻ്റർഫേസിലേക്ക് തന്നെയാണ് വരിക. ബെസ്റ്റ് ഫോസെറ്റ്സ് എന്ന് പറഞ്ഞ ഹെഡിങ് വരും. ഇതിൽ താഴെയായിരിക്കും നമ്മുടെ ക്യാപ്ചേഴ്സ് വരുന്നത്. ക്യാപ്ചർ കംപ്ലീറ്റ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും കുറവ് എമൗണ്ട് ഓഫ് പിക്ചർ ഏതാണോ കാണിക്കുന്നത് അതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇതിൽ 3 പിക്ചർ വരുന്നത് ഇത് മാത്രമാണ്. അപ്പോൾ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്ത് ക്ലെയിം യുവർ റിവാർഡ്സ് എന്നുള്ളതിൽ താഴെ നിങ്ങൾക്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ലോഡിങ് വന്ന് നിങ്ങൾക്ക് 3,40,348 കോയിൻസ് നമുക്ക് ഏൺ ചെയ്തതായിട്ട് കാണാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഇത് കംപ്ലീറ്റ്
ഇനി അടുത്ത നമ്മുടെ ക്യാപ്ച വരുന്നത് 3 മിനിറ്റോളം വന്നതിന് ശേഷം മാത്രമാണ് നമുക്ക് അടുത്ത ക്യാപ്ച വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി അതിൻ്റെ ഇടയിൽ നമുക്ക് അടുത്ത വർക്കുകൾ ചെയ്യാം. PTC ആഡ്സ് ഉണ്ട് അവിടെ, പിന്നെ ഷോർട്ട് ലിങ്ക്സ് ഉണ്ട്. PTC ആഡ്സ് ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് വിസിറ്റ് ചെയ്യാം. 15 സെക്കൻഡ്സൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് 3 ലക്ഷത്തിൻ്റെ മുകളിലൊക്കെ കോയിൻസുകൾ സിമ്പിളായിട്ട് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ മുകളിൽ ഒരു ടൈം റൺ ചെയ്യാനുണ്ടാവും. അതിനുശേഷം ബാക്ക് ടു PTC എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇതൊക്കെ പല കമ്പനികളുടെ ഓരോ ലിങ്കുകളായിരിക്കും. ജസ്റ്റ് നമ്മളതിൽ ടാപ്പ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ക്യാപ്ച വന്നു. ക്യാപ്ച വെരിഫൈ ചെയ്യാണ് നമ്മൾ ഇത് ചെയ്തോ എന്നുള്ളത്. ക്യാപ്ച വെരിഫൈ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കോട്ട് പോകാം. തിരിഞ്ഞ് സൈറ്റിലേക്ക് എത്തുമ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ആ കോയിൻസ് അച്ചീവ് ചെയ്തതായിട്ട് കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അവൈലബിൾ ആഡ്സ്, ഇനിയും ഇഷ്ടംപോലെ ആഡ്സുകളുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ആഡ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് മാക്സിമം എമൗണ്ട് ഏൺ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഞാനിതൊക്കെ കാണിച്ച് നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റും. മിസ് ചെയ്യേണ്ട, മാക്സിമം എമൗണ്ട് ഏൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തതാണെന്ന് ഞാൻ പറഞ്ഞ ഷോർട്ട് ലിങ്ക്സ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ 7 ഷോർട്ട് ലിങ്ക്സ് ഇതിൽ വരും. അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ ഏകദേശം 19,85,435 കോയിൻസ് നമുക്ക് ഇതിൽ നിന്നും ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അത്രയും രൂപയാണോ അല്ലെങ്കിൽ അത്രയും കോയിൻസാണ്, അത്രയും എമൗണ്ട് ആണെന്ന് കരുതരുത്. ഇതിൽ ലക്ഷം കോയിൻസാണ് ഒരു രൂപയായിട്ടൊക്കെ വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്കിതിൽ നിന്നും എങ്ങനെയാണ് വിഡ്രോ ചെയ്യുക എന്നുള്ളതാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. വിഡ്രോ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് മുകളിലെ 3 ബാർസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിൽ വിഡ്രോ വരുന്നത് ഇതുപോലെ നിങ്ങൾക്ക് ട്രോൺ കോയിൻസിലേക്ക് വിഡ്രോ ചെയ്യാം. ദെൻ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളാണ് ഫോസറ്റ് പേ, അതോടൊപ്പം തന്നെ ബിറ്റ് കോയിനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ ബിറ്റ് കോയിനായിട്ട് ഫോസറ്റ് പേയിലേക്ക് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഫോസറ്റ് പേ ആണ് ഇതിൽ മെയിനായിട്ട് വരുന്ന ഒരു ഘടകം. ഓക്കെ, ഫോസറ്റ് പേ ആണ് ഇതിൽ മെയിനായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഫോസറ്റ് പേയിലേക്ക് നിങ്ങൾക്ക് സിമ്പിളായിട്ട് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫോസറ്റ് പേ വാലറ്റ് ഓർ ID, നിങ്ങളുടെ ID എന്ന് പറയുന്നത് നിങ്ങളുടെ ഇമെയിൽ ID തന്നെയാണ്. ഫോസറ്റ് പേയിൽ ഏതാണോ ഇമെയിൽ ID കൊടുത്തത് അതാണ് നിങ്ങളുടെ ഈ ഒരു ക്യാപ്ച കൂടി കൊടുത്ത് വിഡ്രോ എന്നുള്ള ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് പോകാനായിട്ട് പറ്റും. ഓക്കെ, എൻ്റെ കയ്യിൽ ബിറ്റ് കോയിനായിട്ടാണ് ഞാൻ ഫോസറ്റ് പേയിലേക്ക് വിഡ്രോ ചെയ്യുന്നത്. ഞാൻ ഈ ഒരു 5 സെക്കൻഡ് കൊണ്ട് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് ഇവിടെ ചെയ്ത എമൗണ്ടാണ് വിഡ്രോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇത്രയും BTC ആണ് നമുക്ക് കയറിയിട്ടുള്ളത്. BTCൻ്റെ വാല്യൂ അറിയാലോ, ഏകദേശം 50 ലക്ഷത്തിൻ്റെ മുകളിലാണ് ഒരു കോയിൻ്റെ വാല്യൂ. അതുകൊണ്ടാണ് നമുക്ക് 0.0 എന്നുള്ള ആ ഒരു ഇതിലേക്ക് കാണുന്നത്. അപ്പോൾ ഇത്രയും സമയം കൊണ്ട് ഞാനിവിടെ ഏൺ ചെയ്തു, ഞാൻ വിഡ്രോ ചെയ്തു. ഇതൊക്കെ നിങ്ങൾക്കും ചെയ്യാനായിട്ട് പറ്റും. ഫോസറ്റ് പേയിൽ നിന്ന് എങ്ങനെയാണ് വിഡ്രോ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ മുന്നേ ഓൾറെഡി ചെയ്തതാണ്. അപ്പോൾ അതിന് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കാണാം, മാക്സിമം എമൗണ്ട് വിഡ്രോ ചെയ്യാം. മാക്സിമം എമൗണ്ട് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാതെ എമൗണ്ട് ഏൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.